ക്രിസ്തീയ വിശ്വാസ പ്രതിരോധം എന്ന യൂട്യൂബ് ചാനൽ ലൈവായി ശ്രവിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന ഈ വിഷയാവതരണം നിങ്ങളുടെ ധ്യാന ഗുരുക്കന്മാരെ കേൾപ്പിക്കുക, നിങ്ങളുടെ ബിഷപ്പുമാരെ കേൾപ്പിക്കുക, നിങ്ങളുടെ പുരോഹിതന്മാരെ കേൾപ്പിക്കുക, നിങ്ങളുടെ മത നേതൃത്വത്തെ കേൾപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ അവരോട് ചോദിക്കുക, ഇതിന് ഞങ്ങൾക്കൊരു ഉത്തരം തരണം. അതിന് നിങ്ങൾക്ക് ആർജവത്വമുള്ള കുറച്ചുപേരെങ്കിലും എഴുന്നേൽക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചു, സത്താമാറ്റം നടക്കുന്നില്ലെങ്കിൽ ദിവ്യകാരുണ്യ ദർശനം വിഗ്രഹാരാധനയല്ലേ എന്നുള്ള ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങണം. ഈ ചോദ്യം മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. ആ മുഴങ്ങുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തണം പ്രിയപ്പെട്ടവരെ. ഉത്തരം കണ്ടെത്താതെ പിന്നെയും 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 പോയി ഈ സൂര്യാകൃതിയിലുള്ള ഈ അപ്പത്തെ എന്തിനു നിങ്ങൾ ആരാധിക്കുന്നു ചിന്തിക്കുക. ഇന്നത്തെ നമ്മുടെ വിഷയാവതരണത്തിലേക്ക് വരാം. ഇന്ന് വിഷയം അവതരിപ്പിക്കുന്നത് കർത്താവിന്റെ ദാസൻ ഷിജുമോൻ ബ്രദറാണ്. ഇന്നത്തെ വിഷയാവതരണത്തിന് വേണ്ടി കർത്താവിന്റെ ദാസൻ ഷിജുമോൻ ബ്രദറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തിന്റെ കർത്താവിന്റെ നാമം മഹത്വം ഉണ്ടാവട്ടെ. ഷിജുമോൻ ബ്രദറെ സംസാരിച്ചോളൂ. താങ്ക് യു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? യൂട്യൂബിൽ വോയിസ് കറക്റ്റ് ആണല്ലോ? കേൾക്കാം രണ്ടിടത്തും കറക്റ്റാ. ഓക്കെ. കഴിഞ്ഞ 2 ആഴ്ചകളില് നമ്മള് ഈ കത്തോലിക്കർ കുർബാന എന്ന് വിളിക്കുന്ന, ദിവ്യബലി എന്ന് വിളിക്കുന്ന, കർത്തൃമേശയെ സംബന്ധിക്കുന്ന കാത്തലിക്സിന്റെ ടീച്ചിങ്സിനെ നമ്മൾക്ക് എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല, അതിലെ അബദ്ധോപദേശം എന്ത് എന്ന് തുറന്നു കാണിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. 2 ആഴ്ച മുൻപ് നമ്മൾ നടത്തിയപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കർത്തൃമേശ എന്ന് പറഞ്ഞ ഒരു ബലി എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്, ബലി എന്ന് പറയുന്ന ഒന്നും അവിടെ നടക്കുന്നില്ല, ഒരു നാടകം മാത്രമാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആ ക്ലാസ്സിലൂടെ പ്രൂവ് ചെയ്തത്. അതാണ് നമ്മൾ വെച്ച ചലഞ്ച്. ആ ബലി നടക്കുന്നു എന്ന് തെളിയിക്കാൻ ഇവിടെ ആരെയും കണ്ടില്ല. യൂട്യൂബിൽ അത് അപ്ലോഡ് ആയതിനു ശേഷവും അവിടെയും ആരും വന്ന്, ഫേസ്ബുക്കിലും ആരും വന്ന് ബലി എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് പറഞ്ഞില്ല. കാത്തലിക് സഭയുടെ ഉപദേശം അനുസരിച്ച് ബലി റിപ്പീറ്റ് ചെയ്യപ്പെടുകയല്ല, ബലി അങ്ങനെ തന്നെ സന്നിഹിതമാകുകയാണെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അത് രക്തരഹിതമായി. അത് പറയുന്ന അതേ അതങ്ങ് പറഞ്ഞു വായ അടയ്ക്കുമ്പോൾ തന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറയും വീഞ്ഞ് യേശുവിന്റെ രക്തമായി മാറുന്നുവെന്ന്. രക്തരഹിത ബലിയിൽ രക്തം ഉണ്ടെന്നും അവരോട് പറയുന്നു. ബലി എന്ന വാക്ക് പോലും നമുക്കൊരു നിലയിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ക്ലാസ്. ഒന്നെങ്കിൽ നിങ്ങളത് തിരുത്തി പറയണം, ഒന്നെങ്കിൽ ബലി നടക്കുന്നില്ല എന്ന് പറയുന്നതോടൊപ്പം ബലി നടക്കുന്നുണ്ടെന്ന് രണ്ടും കൂടി ഒരുമിച്ച് പറയരുത്. രക്തരഹിതമാണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ രക്തം ഉണ്ടെന്ന് പറയാൻ നിൽക്കരുത്. ഇനി ബലി പൂർണ്ണമായും അങ്ങനെ തന്നെ റിപ്പീറ്റ് അങ്ങനെ സന്നിഹിതമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രൂശിലെ ബലിയിൽ രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. ആ രക്തച്ചൊരിച്ചിൽ അവിടെ നടന്നേ പറ്റത്തുള്ളൂ. രക്തച്ചൊരിച്ചിൽ ഇല്ലെങ്കിൽ ബൈബിളിൻ പ്രകാരം ബലി നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളപ്പോ അവിടെ അതിന്റെ പുനരാവർത്തനം നടത്തുമ്പോൾ ആ പുനരാവർത്തനം ഭാഗികമാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും. പൂർണ്ണമായ പുനരാവർത്തനം നിങ്ങൾ അവിടെ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങളുടെ പുസ്തകങ്ങൾ പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തെ ചലഞ്ച് ചെയ്യുന്നത് യേശു മാളികമുറിയിൽ വെച്ചു ഇവണ്ണം ചെയ്യുവിൻ, അല്ലെങ്കിൽ വാങ്ങി ഭക്ഷിപ്പിൻ, അതിനുശേഷം എന്റെ ഓർമ്മയ്ക്ക് ഇത് ചെയ്യുവിൻ. ആ ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞത് കൊണ്ട് ബലി നടത്താൻ കഴിവുള്ളവരായിരിക്കണം സഭ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, നിങ്ങൾ എന്തുകൊണ്ട് കർത്താവ് അവിടെ ചെയ്തതുപോലെ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന നിലയിൽ ബലി അതിന്റെ പൂർണ്ണ രീതിയിൽ നിങ്ങൾ കാഴ്ചവെക്കുന്നില്ല? പിന്നെ നടക്കാത്ത ബലി എങ്ങനെ നിങ്ങൾ ബലി എന്ന് വിളിക്കുക? അപ്പൊ അത് കുർബാന എന്ന വാക്ക് ആ അർത്ഥത്തിൽ അത് യഥാർത്ഥത്തിലുള്ള യൂസേജ് പോലും അല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ റൂമിൽ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചത്തെ റൂമിൽ നമ്മൾ കണ്ടത്, ഞാൻ പറഞ്ഞത്, നമ്മൾ സംസാരിച്ചത് ഇവരുടെ സത്താമാറ്റത്തിന് ഇവർ അരിസ്റ്റോട്ടിലിയൻ ഫിലോസഫിയുടെ പിൻബലത്തിലാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അരിസ്റ്റോട്ടലിന്റെ ഫിലോസഫി ഒരിക്കലും പറയാത്ത ഒരു കാര്യം, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവർ അവകാശപ്പെടുകയാണ്, അങ്ങനെയും പോസിബിൾ ആണെന്ന്. പദാർത്ഥങ്ങളെ സംബന്ധിക്കുന്ന പഴയ ഭൗതിക ശാസ്ത്രമാണ് അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെച്ചത് ചേഞ്ചസിനെ കുറിച്ച്. ആ ചേഞ്ചസിൽ ഒരു ആർഗ്യുമെന്റ് പോലും അരിസ്റ്റോട്ടിൽ ഇവര് പറയുന്നത് പറഞ്ഞിട്ടില്ല. അതായത് സത്തയ്ക്ക് മാറ്റം വരികയും ആക്സിഡൻസിന് മാറ്റം വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു പോസിബിലിറ്റിയെ കുറിച്ച് അരിസ്റ്റോട്ടിൽ സംസാരിച്ചിട്ടില്ല. എന്നാൽ മറ്റ് ഫിലോസഫേഴ്സ്
അങ്ങനെ ഒരു പോസിബിലിറ്റി പോസിബിൾ അല്ല, സാധ്യമല്ല എന്നുള്ളതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. അപ്പം ആ ഫിലോസഫേഴ്സിന്റെ ചിന്താഗതി പ്രകാരം എന്താണ് ആക്സിഡൻസ്? ആക്സിഡൻസിന് മാറ്റം വരുത്താതെ സത്തയ്ക്ക് മാറാൻ പറ്റത്തില്ല. കാരണം ആക്സിഡൻസിന് അതിൽ തന്നെ സ്ഥായിയായി നിലനിൽപ്പില്ല. ആക്സിഡൻസിന്റെ സ്വഭാവം, അതിന്റെ രീതി, അതിന്റെ മണം, ഗുണം, നിറം ഇതെല്ലാം സത്തയുമായിട്ട് റിലേറ്റഡ് ആണ്. സത്തയിൽ നിന്ന് വിഭിന്നമായ ആക്സിഡൻസിന് നിൽക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഉദാഹരണങ്ങൾ അടക്കം അതാണ് നമ്മൾ നോക്കിയത്. അതുകൊണ്ട് ഇവർ പറയുന്ന ആ വാദവും അതൊരു വിശ്വാസം മാത്രമാണ്. അങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനപ്പുറത്തേക്ക് അതിൽ ഇവർ ഫിലോസഫി എന്ന് പറയുമ്പോഴും ഒരു ഭൗതിക ശാസ്ത്രത്തിന്റെ ഫിലോസഫിയും ഈ കാലഘട്ടത്തിലും ഇവര് പറയുന്ന ഫിലോസഫിനെ അനുകൂലിക്കുന്നില്ല. അതാണ് നമ്മൾ അവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇവർ പറയുന്ന ഒരു വസ്തുമാറ്റം സംഭവിക്കുന്നില്ല എന്ന് നമ്മൾക്ക് ബോധ്യമാണ്. അത് കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. അതൊരു വിശ്വാസം മാത്രമാണ്. അങ്ങനെ ഇവർ വിശ്വസിക്കുന്നു. പദാർത്ഥമയമായ രണ്ട് വസ്തുക്കളെ കൊണ്ടുവച്ചതിന് ശേഷം അതിന്റെ സത്ത മറ്റൊന്നായി മാറുന്നു എന്ന് ഇവർ പറയുമ്പോൾ, കർത്തൃമേശയ്ക്ക് ഇവർ കൊടുത്തിരിക്കുന്ന ഇന്റർപ്രിട്ടേഷൻ അല്ലാതെ, അല്ലെങ്കിൽ കുർബാനയ്ക്ക് ഇവർ സ്വയം ഉണ്ടാക്കിയെടുത്ത ഇന്റർപ്രിട്ടേഷൻ അല്ലാതെ ലോകത്തിൽ മറ്റൊരു വസ്തുവിലും ഇത്തരം ഒരു ചേഞ്ച്, ഒരു എക്സാമ്പിൾ ചൂണ്ടിക്കാണിക്കാൻ ഇവർക്കില്ല. അപ്പൊ ഉദാഹരണമായി എന്ന് പറഞ്ഞിട്ട് ഇവർ കർത്തൃമേശയാണ് ഉദാഹരണമെന്ന് പറയുന്നത്. അതെങ്ങനെയാ ശരിയാകുന്നത്? ഇവർ തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു വാദത്തിന് മറ്റൊരു കാര്യമല്ലേ ഉദാഹരണമായി പറയേണ്ടത്? മറ്റൊരു കാര്യം ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞില്ല. സത്ത മാറുകയും ആക്സിഡൻസിന് മാറ്റം വരാതിരിക്കുകയും ചെയ്യുന്നത് നിങ്ങളൊരു ഉദാഹരണം കാണിക്കൂ. അത് പോസിബിൾ ആണെന്ന് നിങ്ങൾ പറയണമെങ്കിൽ. അങ്ങനെ ഒരു ഉദാഹരണം ഇല്ലെങ്കിൽ ഇത് നിങ്ങളുടെ വിശ്വാസമാണ്, ദൈവത്തിന്റെ അത്ഭുതമാണ്, അത് ഉള്ളിൽ മാത്രം നമുക്ക് അങ്ങനെ ബോധ്യപ്പെടുത്തുകയുള്ളൂ. ഇത് ആക്സിഡൻസ് മാറാത്തത് കൊണ്ട് ടേസ്റ്റോ ഗുണമോ മണമോ ഒന്നിനും അപ്പത്തിൽ നിന്ന് വിഭിന്നമാകുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 3 വയസ്സിൽ താഴെയുള്ള കുഞ്ഞു കുട്ടികളെ എങ്ങനെ പറഞ്ഞു പറ്റിക്കാമോ, കാക്ക കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെയും, മനസ്സിലായില്ലേ, എന്താ പറയുന്നത്, പാക്കാച്ചി വരും എന്ന് പറയുന്നത് പോലെയും ഒക്കെയുള്ള ഒരു പറഞ്ഞു പറ്റിക്കൽ മാത്രമാണ്. അതിനപ്പുറം ഇതിനകത്ത് യാതൊരു യാഥാർത്ഥ്യവും ഇല്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ ഇവർ ചെയ്യുന്ന മറ്റൊരു നടപടി, ആ നടപടി തുറന്ന വിഗ്രഹാരാധനയാണ്, അല്ലെങ്കിൽ വ്യക്തമായ വിഗ്രഹാരാധനയാണ്. അതിന്റെ കാരണം, വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിച്ചാൽ ദൈവത്തെ അല്ലാതെ മറ്റൊരു പദാർത്ഥത്തെയും, ഒരു വസ്തുവിനെയും, ഒരു സൃഷ്ടിയെയും, ഒരു ദൂതന്മാരെയും, പ്രകൃതിയിലെ ഒരു ശക്തിയെയും ആരാധിക്കുവാൻ നമുക്ക് അനുമതിയില്ല. നമുക്ക് ദൈവ അനുമതി വിശുദ്ധ ബൈബിൾ നൽകുന്നില്ല. അപ്പൊ ബൈബിൾ ഒരിക്കലും ഒരു പ്രതിമയുടെ മുന്നിലോ അല്ലെങ്കിൽ ഒരു സൃഷ്ടിപരമായ എന്തിന്റെയെങ്കിലും മുന്നിലോ എന്തെങ്കിലും ഒരു പദാർത്ഥ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു സാധനത്തെ നോക്കിയിട്ട് ഇത് എന്റെ ദൈവമാണ് എന്ന് പറഞ്ഞ് കുമ്പിടുവാൻ ബൈബിൾ നമ്മളെ അനുവദിക്കുന്നില്ല. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വിട്ടുപോരുമ്പോൾ കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിന്റെ മുന്നിൽ നമസ്കരിക്കുമ്പോൾ, മിസ്രൈമിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന യഹോവ എന്ന് പറഞ്ഞിട്ടാണ് അവർ നമസ്കരിച്ചത്. ദൈവം അവർക്ക് അതിന്റെ ശിക്ഷ കൊടുക്കുകയും ചെയ്തു. ഇന്നും ജാതീയ ദേവന്മാരെ ആരാധിക്കുന്ന മറ്റു മതങ്ങളിലുള്ളവർ അവരുടെ ദേവന്റെ ശക്തി അതിൽ ആവാഹിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ദേവന്റെ രൂപം വെച്ചിരിക്കുന്ന കല്ലിലാണെങ്കിലും മരത്തിലാണെങ്കിലും ഇനിയിപ്പോ എന്തിൽ കുത്തിയതാണെങ്കിലും ആ രൂപത്തിനപ്പുറം അവിടെ അവർ ഒരു ശക്തിയുടെ സാന്നിധ്യത്തെയാണ് അവരവിടെ മനസ്സിലാക്കുന്നത്. അതിൽ ആവാഹിച്ചു വെച്ചിരിക്കുന്ന ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ശക്തി അവിടെ ഉണ്ട്, അവിടെ പ്രവർത്തിക്കാൻ കഴിവുള്ള എന്തോ ഒന്ന് ആ വിഗ്രഹത്തിൽ വ്യാപരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. ഇവിടെ റോമൻ കാത്തലിക്സ് നടത്തുന്ന ഈ ബാർലി അപ്പ വർഷിപ്പിൽ വാസ്തവത്തിൽ അത്തരം ഒരു ഫെയ്ത്ത് ആണിത്. ഇത് യേശുവിന്റെ ശരീരമായി തീർന്നത് കൊണ്ട്
ഇത് യേശു തന്നെയാണ് എന്ന് പറഞ്ഞ് വലിയൊരു വിഗ്രഹത്തെയോ ഒരു കൽപ്രതിമയോ ഒരു പ്ലാസ്റ്റർ ഓഫ് പാലസത്തിന്റെ പ്രതിമയെയോ ആ നിലയിൽ ഇവർ ആരാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിനവരുടെ പള്ളി നിറയെ വിഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് അതെല്ലാം ഞങ്ങൾ എന്താ ചെയ്യുന്നത്, അതിനെല്ലാം ഞങ്ങൾ വണക്കമാണ് കൊടുക്കുന്നത്, ഞങ്ങൾ ആരാധന കൊടുക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ആരാധന കൊടുക്കുന്ന ഏക സാധനം പള്ളിക്കകത്തുള്ളത് ഈ ഈ വാഫർ അല്ലെങ്കിൽ ഈ ബാർലി അപ്പമാണ്. അപ്പൊ ഈ ബാർലി അപ്പം ചെറിയ റൗണ്ടുകളിലാക്കിയതിനെ അല്ലെങ്കിൽ വലിയ റൗണ്ട് ഒരെണ്ണത്തിനെ ഉയർത്തിപ്പിടിച്ച് വാഴ്ത്തി അതിനെ ഒടിച്ച് കഴിയുമ്പോഴും അത് യേശുവായി മാറുന്നു. അപ്പൊ അങ്ങനെ യേശുവായി മാറുന്ന ഒരു ബാർലി അപ്പത്തിന് ദൃശ്യമായ രൂപത്തിൽ വണക്കം, ഹൈപ്പർദൂലിയ കൊടുക്കാമെന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. അപ്പം ഇവർ ആരാധിക്കുന്നത് അപ്പത്തെ ആണോ അതോ അപ്പത്തിലെ സത്തയെയാണോ എന്ന് ചോദിച്ചാൽ ഇവരുടെ പുസ്തകങ്ങളെല്ലാം പറയുന്നത് വാഴ്ത്തിയ ശേഷമുള്ള അപ്പം വർഷിപ്പിന് യോഗ്യമാണെന്ന് തന്നെ ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ കാരണം അത് യേശുവാണ്, യേശുവായി മാറിക്കഴിഞ്ഞു. എത്രത്തോളമാണ് യേശുവായി മാറിയിരിക്കുന്നത്, എത്ര അളവിലാണ് യേശുവായി മാറിയിരിക്കുന്നത്? ഞാനൊരു CCC ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. എത്രത്തോളം അളവിലാണ് യേശുവായി മാറിയിരിക്കുന്നത്? ട്രെൻഡ് സുനകദോസ് പറയുന്ന പ്രസ്താവനയാണ് ഞാനത് വായിക്കുന്നത്. കൂദാശ കർമ്മത്തിലൂടെ അപ്പവും വീഞ്ഞും ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുന്ന സത്താഭേദം സംഭവിക്കുന്നു. കൂദാശ ചെയ്യപ്പെട്ട അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും ദൃശ്യങ്ങളിൽ ഇതിനാണ് ശ്രദ്ധിക്കേണ്ടത്. സജീവനും എന്ന് പറഞ്ഞാൽ ജീവനുള്ളവനും, നല്ല ജീവനുള്ളവനും മഹത്വ സമ്പൂർണനുമായ ക്രിസ്തു തന്നെ സത്യമായും യാഥാർത്ഥ്യമായും സത്താപരമായും സന്നിഹിതനായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഇരിക്കുന്ന യേശു എത്രത്തോളം യാഥാർത്ഥ്യമാണോ, എത്രത്തോളം സത്യമാണോ, എത്രത്തോളം സജീവനാണോ, എത്രത്തോളം മഹത്വ സമ്പൂർണനാണോ അത്രത്തോളം തന്നെ ഈ അപ്പത്തിൽ സന്നിഹിതനാണ് എന്നാണ് ഇവരുടെ വാദം. ബാക്കി കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ ശരീരവും രക്തവും അവിടുത്തെ ആത്മാവോടും ദൈവീകതയോടും കൂടെ സന്നിഹിതമാണ്. അപ്പോ ശരീരം സന്നിഹിതമാണ്. വാക്യം ഒന്ന് പറഞ്ഞേക്കാം. 1413 CCC 1413. അപ്പം ശരീരവും രക്തവും അവിടുത്തെ ആത്മാവോടും ദൈവീകതയോടും കൂടെ സന്നിഹിതമാണ്. അപ്പൊ നോക്കിക്കേ, സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുക്രിസ്തുവിന് എന്തെല്ലാം സവിശേഷ ഗുണങ്ങൾ പറയുവാൻ പറ്റുമോ അതേ സവിശേഷ ഗുണങ്ങളുടെ മൂർത്തിഭാവത്തോടു കൂടെ തന്നെ ഇവർ ഉയർത്തി വാഴ്ത്തിയ കുർബാന അപ്പം ആ അളവിൽ, അത് 100% 100% അളവിൽ അപ്പം അങ്ങനെയായി മാറുന്നു. അതാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെ മാറുന്നു എന്ന് പറയുമ്പോൾ ഈ ട്രെൻഡ് സുനകദോസിലെ ആ ഒരു പ്രസ്താവന അവരുടെ, അത് ഞാൻ എന്റെ നമ്പർ ഇവർ കൊടുത്തിരിക്കുന്നത് ട്രെൻഡ് സുനകദോസിന്റെ 1640 1651 ആ കാര്യം പറഞ്ഞിരിക്കുന്നതായിട്ട് ഇവിടെ CCC പറയുന്നത്. ഇത് കൂടാതെ കണ്ട് വളരെ വ്യക്തമായി തന്നെ പറയുന്ന മറ്റൊരു റെഫറൻസ് കൂടെയുണ്ട്. അതുകൂടെ ഞാനൊന്ന് വായിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒരു മിനിറ്റ് ഞാനൊന്ന് എടുത്തോട്ടെ. അവിടെ പുരോഹിതൻ വാഴ്ത്തുന്ന നിമിഷം തന്നെ അപ്പത്തിന്റെ സാദൃശ്യത്തിൽ സത്താമാറ്റം സംഭവിച്ചിരിക്കുന്ന ആ വസ്തു പിന്നെ അപ്പമല്ല, പിന്നെയോ ദൈവവും മനുഷ്യനുമായ ക്രിസ്തു തന്നെ തന്നെ സമഗ്രമായും പൂർണ്ണമായും സന്നിഹിതമാക്കിയിരിക്കുന്ന സത്താപരമായ സാന്നിധ്യമാണ്. അപ്പൊ അവിടെ ഈ ദൈവത്വവും മനുഷ്യത്വത്തെയും അവിടെ സന്നിഹിതമാകുന്നു എന്നുള്ള വാദമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം നമ്മുടെ കർത്താവ് ദൈവമായിരിക്കുമ്പോൾ തന്നെ മനുഷ്യനുമാണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ വാഴ്ത്തിയ അപ്പം മനുഷ്യനും ദൈവവുമായി തന്നെയാണ് ഇവർ പരിഗണിക്കുന്നത്, അതിൽ നിന്ന് വ്യത്യാസമായിട്ടല്ല പരിഗണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പരിഗണന കൊടുക്കുമ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം.
ഇവിടെ സഭയും വിശുദ്ധ കുർബാനയും എന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിൽ ഉള്ള കാര്യമാണ് ഞാനിപ്പോ വായിച്ചത്. അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും കൂദാശ കർമ്മം അപ്പത്തിന്റെ മുഴുവൻ സത്തയെയും നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സത്തയായും വീഞ്ഞിന്റെ മുഴുവൻ സത്തയെയും അവിടുത്തെ രക്തത്തിന്റെ സത്തയായും മാറുന്നു. കൂദാശ പരികർമ്മത്തിന് ശേഷം അപ്പവും വീഞ്ഞും അല്ലാതായി തീരുന്നു. അങ്ങനെ ആ നിമിഷം മുതൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ ആരാധ്യമായ ശരീരവും രക്തവും അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും കൗദാശിക സാദൃശ്യത്തിൽ നമ്മുടെ മുൻപിലുണ്ട്. അപ്പൊ ഇവർ പഠിപ്പിക്കുന്നതനുസരിച്ച് ഈ വാഴ്ത്തുന്ന നിമിഷം മുതൽ ഇത് പിന്നെ ആരാധ്യമായ യേശുവിന്റെ ശരീരമാണ്. ആ മനുഷ്യപ്രകൃതിക്കുണ്ടായിരുന്ന ശരീരവും ദൈവിക സത്തയും അതിന്റെ മഹത്വവും എല്ലാം ഉൾക്കൊള്ളുന്നതായ വസ്തുവായി ഈ പദാർത്ഥം മാറിയിരിക്കുന്നു എന്നാണ് ഇവരുടെ ഔദ്യോഗികമായ ടീച്ചിങ്. അപ്പൊ ഞാൻ ഇതിന് വേറെയും റെഫറൻസസ് ഉണ്ട്. ഈ കാര്യത്തിൽ ആരെങ്കിലും തർക്കവുമായിട്ട് വരികയാണെങ്കിൽ, അങ്ങനെ അല്ലെന്ന് പറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് മറ്റു റെഫറൻസസ് വായിക്കാം. അപ്പൊ ഇവിടെ ഇവർ പറയുന്ന വാദം അനുസരിച്ചിട്ട് ഇവർക്ക് ഇത് സംഭവിക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ ഇവർക്ക് കഴിയില്ലെങ്കിലും ഇവർ മറ്റൊരു കാര്യം ചെയ്യുന്നു. ഈ വാഴ്ത്തിയ കുർബാന അപ്പം, അതായത് ഈ വാഫർ അല്ലെങ്കിൽ ഈ ബാർലി അപ്പം, ഇവര് സക്രയാരിക്കുള്ളിൽ, അൽത്താരയ്ക്കുള്ളിൽ ഭിത്തിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷിബുപീഡിയകളുടെ ഭാഷയിൽ പറഞ്ഞ ഒരു പൊത്തില് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്യാബിനകത്ത്, ആ ക്യാബിനകത്ത് ഇവര് കയറ്റി വെക്കും. ക്യാബിനകത്ത് കയറ്റി വെക്കുന്നത് അന്ന് കുർബാന ചെല്ലിയ അപ്പത്തിന്റെ ശേഷിപ്പാണ്. കഴിഞ്ഞ ആഴ്ചയിൽ കുർബാന ചെല്ലിയ അപ്പം അന്നത്തെ കുർബാനയ്ക്ക് മുമ്പ് ഈ അച്ഛൻ അതെടുത്ത് കഴിക്കണം. എന്നിട്ടാണ് ഈ പ്രാവശ്യത്തെ കയറ്റി വയ്ക്കുന്നത്. അതിന്റെ കാരണം അവർ പറയുന്നത്, ഏതെങ്കിലും വീട്ടില് രോഗിക്ക് കൊണ്ടു കൊടുക്കാനോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്ത പ്രായാധിക്യമുള്ളവർക്ക് മരണസമയത്ത് കൊടുക്കാനോ ഒക്കെ, ആ സമയത്ത് കുർബാന ചെല്ലി ഇത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഏത് സമയത്തും ഉപയോഗിക്കാൻ പാകത്തിന് യേശുവിനെ അവിടെ ശരീരത്തിൽ ആക്കി അവര് സത്ത മാറ്റി യേശുവിന്റെ ശരീരവും രക്തവും ആക്കി അവിടെ വെച്ചേക്കുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പള്ളിക്കകത്ത്, ഒരു കത്തോലിക്ക പള്ളിക്കകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആ പള്ളിക്കുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രാമുഖ്യമുള്ള സാധനം യേശുപിതാവിന്റെ മറിയുടെ വിഗ്രഹമല്ല. ആ പള്ളി ഏത് മധ്യസ്ഥന്റെ പേരിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അവരുടെ വിഗ്രഹമല്ല. ഇതൊന്നുമല്ല, സാക്ഷാൽ യേശു തന്നെ. ഞാൻ ആദ്യം വായിച്ചില്ലേ ട്രെൻഡ് സുനകദോസിലൂടെ പ്രസ്താവന. ആ നിലയിൽ യേശു തന്നെ സർവമഹത്വത്തോടും ശരീരത്തോടും ദൈവികമായ സമ്പൂർണ്ണ സത്തയോടും മനുഷ്യപ്രകൃതിയുടെ പൂർണ്ണതയോടും കൂടെ അവിടെ വന്ന് ഈ ക്യാബിനുള്ളിൽ ഇവര് പൂട്ടി വെച്ചിട്ട് പോകുന്നതിനുള്ളിൽ ഇരിക്കുക. ആ യേശുവിനാണ് കഴിഞ്ഞിടെ നമ്മൾ കണ്ടത്, ഒരു അച്ഛൻ വന്ന് പ്ലാസ്റ്റിക് കൂടുന്നത് വാരിയിട്ടുണ്ട് പോണത്. അപ്പം ഒരു പള്ളിക്കകത്ത് കയറി ചെന്നാൽ സക്രാരിയിലാണ് യേശു ഇരിക്കുന്നത്. യഥാർത്ഥ യേശു അവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും വല്ല കത്തോലിക്ക പള്ളിയിൽ വല്ല വിവാഹത്തിനോ കൊച്ചിനുമുക്കിനോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് സക്രാരിക്കുള്ളിൽ ഇരിക്കുന്ന, കാസയ്ക്കുള്ളിൽ ഇരിക്കുന്ന യേശു ആണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അത് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വാഴ്ത്തി കഴിഞ്ഞതിന് ശേഷം ഈ അപ്പത്തെ ഇവർ എന്ത് ചെയ്യുന്നു എന്നാണ് CCC പറയുന്നത്. അതാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ പോകുന്നത്. ദിവ്യകാരുണ്യ ആരാധന എന്ന ഹെഡിങ്ങില് ഇവർ പറയുന്ന 1378 ദിവ്യകാരുണ്യ ആരാധന, അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിലുള്ള ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തിലുള്ള വിശ്വാസം കുർബാനയുടെ ആരാധനാ ക്രമത്തിൽ പല രീതികളിൽ പ്രകടിപ്പിക്കുന്നു. എങ്ങനെയൊക്കെയാ? കർത്താവിനെ ആരാധിക്കുന്നതിന്റെ അടയാളമായി മുട്ടുകുത്തുന്നതും അതിനായി കുമ്പിടുന്നതും, നന്നായി കുമ്പിടുന്നതും അവയിൽപ്പെടുന്നു. അത് നമ്മൾ തെറ്റു പറയുന്നില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ്, കത്തോലിക്ക സഭയുടെ ദിവ്യകാരുണ്യ കൂദാശയ്ക്ക് കുർബാനയുടെ സമയത്ത് മാത്രമല്ല കുർബാനയ്ക്ക് പുറമേയും ആരാധന അർപ്പിച്ചിരുന്നു, ഇപ്പോഴും അർപ്പിക്കുന്നു. പിടികിട്ടിയോ? ഈ ദിവ്യകാരുണ്യം എന്ന പേരിൽ ഇവർ വാഴ്ത്തി സക്രാരിക്കുള്ളിൽ കയറ്റി വച്ചിരിക്കുന്ന ഈ അപ്പത്തിന്, അപ്പം തന്നെ പദാർത്ഥമയമാണ്, അഭൗമിക ലോകത്തിൽ നിന്നുള്ള സാധനമല്ലത്. ആരാധ്യമാകണമെങ്കിൽ ഭൗമ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവും ആരാധനയ്ക്ക് യോഗ്യമല്ലെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഭൗമ പ്രപഞ്ചത്തിലെ, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ
ആക്സിഡന്റിന് മാറ്റം വരാത്ത പദാർത്ഥം, ആ അപ്പൊ ആരാധനയിൽ സത്തയിലേക്ക് മാത്രമല്ല ഇവരുടെ ആരാധന പോകുന്നത്. ആക്സിഡൻസ് അങ്ങനെ തന്നെ അപ്പത്തിലുണ്ട്. ആക്സിഡൻസ് പദാർത്ഥമയമായതുകൊണ്ട് പദാർത്ഥമയമായ ആക്സിഡന്റിനെ കൂടെയാണ് ഇവർ ആരാധിക്കുന്നത്. അതിന്റെ വാഫറിന്റെ അല്ലെങ്കിൽ ബാർലിയുടെ ടേസ്റ്റ്, നിറം, ഡസ്റ്റ് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ആക്സിഡൻസിനെ ഒഴിവാക്കുന്നില്ല ആരാധനയിൽ. കാരണം തട്ടിപ്പാണിത്, അത് വസ്തുത. ഇനി ഇവരുടെ ലോജിക്, ഇവരുടെ തിയോളജി അനുസരിച്ച് പറയുമ്പോൾ ആക്സിഡൻസും ആരാധനയ്ക്ക് വിധേയമാക്കപ്പെടുന്നു. അതാണ് നമ്മുടെ വാദം. ആക്സിഡൻസ് ആരാധനയ്ക്ക് വിധേയമാക്കപ്പെടുന്നു. അതിന്റെ മുൻപിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? കുമ്പിടുന്നത്. മനസ്സിലായില്ലേ? ഇവരുടെ വാദം അനുസരിച്ച് ഇവരെന്ത് ചെയ്യുന്നത്? ഹൈപ്പർദൂലിയ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ആക്സിഡൻസിനും കൂടെയാണ്. അല്ലാതെ അയ്യോ ഞങ്ങളുടെ അപ്പത്തിന്റെ സത്തയെ മാത്രമാണ് ആരാധിക്കുന്നതെന്ന് ഇവർ പറയൂ? പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് താഴെ പോയി കഴിഞ്ഞാൽ ആക്സിഡൻസ് മാത്രമേ താഴെ പോകുമോ? ഇല്ലല്ലോ. സത്തയും ആക്സിഡൻസും ഒരുമിച്ച് താഴത്തേക്ക് നിരത്തേക്ക് പോകണം. അത് നക്കിയെടുക്കേണ്ട ഗതികേട് പുരോഗതി ഉണ്ടാവുമോ? അങ്ങനെ വരുമ്പോൾ ആക്സിഡൻസ് ആരാധനയ്ക്ക് യോഗ്യമാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇവർ ആൻസർ ചെയ്യണം. ആക്സിഡൻസിന് മാറ്റം വന്നിട്ടില്ലെങ്കിൽ അത് ആരാധനയ്ക്ക് യോഗ്യമാണോ? ആ പദാർത്ഥമയമായ വസ്തുവിന്റെ ആക്സിഡൻസ്, അതിനെ നിങ്ങൾ ആരാധിക്കുന്നു, അതിന്റെ മുന്നിൽ കുമ്പിടുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് ബാക്കി കേട്ടുകൊള്ളുക. കൂദാശ ചെയ്യപ്പെട്ട ഓസ്തുകൾ ഏറ്റവും ശ്രദ്ധയോടെ സൂക്ഷിച്ചുകൊണ്ടും വിശ്വാസികളുടെ ആഘോഷപൂർവമായ ആരാധനയ്ക്ക് അവ പ്രദർശിപ്പിച്ചും കൊണ്ട്, പ്രത്യേക വാക്ക് ശ്രദ്ധിക്കണം, ആരാധനയ്ക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നു. അവയെ സംവഹിച്ച് പ്രദക്ഷിണം നടത്തിയും ഇത് ചെയ്യുന്നു. നിങ്ങൾക്ക് കാര്യം ഓർമ്മ കാണും. ഹിന്ദുക്കളായി ജനിച്ചിട്ടുള്ള ആളുകൾക്ക് ഇത് പിടികിട്ടത്തില്ല. കാത്തലിക്സിന്റെ നടുവിൽ ജീവിച്ച ഞങ്ങൾക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരുപാട് പങ്കെടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയാണ്. കുർബാനയുടെ അവസാന നിമിഷത്തെങ്കിൽ വാഴ്ത്തിയതിനു ശേഷം അരളിക്കയ്ക്കുള്ളിൽ സൂര്യന്റെ രൂപത്തിലുള്ള സ്വർണം കൊണ്ടുണ്ടാക്കിയ, സ്വർണം പൂശിയതോ ആയ ഒരു സാധനത്തിനുള്ളിലേക്ക്, അതിന് അരുളിക്ക എന്ന് പറയും, അതിനുള്ളിലേക്ക് ഈ അപ്പം, യേശുവിന്റെ ശരീരം, സത്താമാറ്റം സംഭവിച്ച അപ്പം തന്നെ, ഈ വാഫർ തന്നെ, അത് എടുത്തു വച്ചതിന് ശേഷം ഉയർത്തി കാണിക്കുമ്പോൾ ഇവർ മൗനമായി കുമ്പിടുന്നു. ഇത് വത്തിക്കാൻ തൊട്ട് എല്ലാ കത്തോലിക്ക പള്ളികളിലും നടത്തി വരുന്ന, നൂറ്റാണ്ടുകളായിട്ട് ഇവർ നടത്തി വരികയാണ്. ആ സമയത്ത് ഇവർ കുമ്പിടുന്നത് രണ്ട് കാര്യങ്ങളെയാണ്. ഒന്ന് സൂര്യരൂപത്തെയും, രണ്ട് സൂര്യരൂപത്തിനുള്ളിലിരിക്കുന്ന വാഫറിനെയും അല്ലെങ്കിൽ ബാർലി അപ്പത്തെയും. ആ ബാർലി അപ്പം യേശുവിന്റെ ശരീരമായി തീർന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ആക്സിഡൻസിന് മാറ്റമില്ല എന്നുള്ള നിങ്ങളുടെ വാദം നിലനിൽക്കുന്നത് കൊണ്ട്, ആക്സിഡൻസ് പദാർത്ഥമയമായ ഭൗതിക വസ്തുവായതുകൊണ്ട് നിങ്ങളുടെ ആരാധന ഹാഫ് പോകുന്ന പദാർത്ഥത്തിലേക്കും കൂടെയാണ്, ദൈവത്തിന് മാത്രമല്ല. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് പ്രദർശിപ്പിക്കുന്നു. എങ്ങനെ? അരുളിക്കയിൽ ഉയർത്തി പ്രദർശിപ്പിക്കുന്നു. രണ്ട്, പള്ളി പെരുന്നാൾ നടക്കുന്ന സമയത്ത് എന്താണ് ചെയ്തുകൊണ്ട് പോകുന്നത്? ഒരു റാസ പോകുന്നവർ ഒരു തുണിയുടെ കമ്പിൽ 4 മൂലയിലും കോല് വെച്ചിട്ട് പൊക്കി പിടിച്ച് അതിന്റെ നടുവിൽ ഒരു 3-4 അച്ഛന്മാരും വലിയ പുരോഹിതന്മാരുണ്ടെങ്കിൽ അവര് നടുവിൽ നിന്ന് പള്ളിയിലെ പ്രധാന രൂപം കൊണ്ടുപോകുന്നു. അതിന്റെ പിന്നിൽ അവിടെ പ്രതിഷ്ഠയോട് ബന്ധപ്പെട്ട മറ്റു രൂപങ്ങൾ എഴുന്നള്ളിക്കുന്നു. ഏറ്റവും പുറകില് ഈ റാസ പിടിച്ചുകൊണ്ട്, ഈ അരളിക്ക പിടിച്ചുകൊണ്ട് ഒരു പോക്കാണ്. അത് പോയി കുരിശുപള്ളിക്ക് തിരിഞ്ഞ് വട്ടം കറങ്ങി പ്രദക്ഷിണം വെച്ച് നേരെ പള്ളിക്കകത്ത് വന്ന് കയറുമ്പോൾ കൂട്ടമണി അടിക്കും. എന്തൊരു ഭക്തിസാന്ദ്രമായ പരിപാടിയാണ്! എന്തിനാ ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നത്? ഇവിടെ CCC പറയുന്നു, പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ്. എന്ത് പ്രദർശിപ്പിക്കുന്നു? സൂര്യദേവന്റെ പ്രതിമയോ അതോ അതിനുള്ളിൽ അടച്ചു വച്ചിരിക്കുന്ന ബാർലി, പദാർത്ഥമയമായ ബാർലിയുടെ, നിങ്ങളുടെ വാക്ക്, ആക്സിഡൻസിനെയോ? എന്തിനെയാണ് പ്രദർശിപ്പിക്കുന്നത്? ഈ രണ്ട് കാര്യത്തെ അവിടെ പ്രദർശിപ്പിക്കുന്നുള്ളൂ. കാരണം സത്തയെ പ്രദർശിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. സത്തയെ പ്രദർശിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അവകാശവാദമില്ല. നിങ്ങളുടെ തിയോളജി പറയുന്നില്ല. അതുകൊണ്ട് പ്രദർശിപ്പിച്ച് വർഷിപ്പ് ചെയ്യുന്നത് ആക്സിഡൻസിനെ മാത്രമാണ്. കാഴ്ചയ്ക്ക് വിഷയീഭവിക്കുന്ന സൂര്യദേവന്റെ രൂപത്തെ മാത്രമാണ്, സൂര്യ നമസ്കാരമാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പം കൂടെ നിങ്ങളുടെ തിയോളജി അനുസരിച്ച് പറഞ്ഞാൽ
ആക്സിഡൻസിനെ മാത്രമാണ് നിങ്ങൾ പ്രദർശിപ്പിക്കുന്നുള്ളൂ. ആണ് കുർബാന വാഴ്ത്തിയതിനു ശേഷം ഒടിക്കുന്നതിന് തൊട്ട് മുൻപ് അച്ഛൻ ഉയർത്തിപ്പിടിച്ചതിന് ശേഷം ആളുകൾ ഇങ്ങനെ കാണിച്ചിട്ടാണ് ഭാഷയിലൊക്കെ പറഞ്ഞതിന് ശേഷം അതങ്ങോട്ട് നുറുക്കി കുർബാനയുടെ മാജിക് വേർഡ്സ് ചൊല്ലുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ കറക്റ്റായിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ അപ്പത്തെ ആരാധിക്കുന്നുണ്ടെന്ന്. ഇനി അപ്പത്തെ ആരാധിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ആക്സിഡൻസ് അവിടെ ഇല്ല എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം. അപ്പത്തിന്റെ ടേസ്റ്റും അപ്പത്തിന്റെ മണവും അപ്പത്തിന്റെ ഗുണവും അപ്പത്തിൻ്റെതാകുന്ന എല്ലാം അവിടെയുണ്ട്. അപ്പത്തിന്റെ സത്ത മാറിയിട്ട് യേശുവിന്റെ സത്തയായി. സത്തേനെ മാത്രമല്ലല്ലോ, സത്തയിൽ അവിടെ ആക്സിഡൻസ് ഉണ്ടല്ലോ, പദാർത്ഥമയമായ അതിനെ നിങ്ങൾ ആരാധിക്കുന്നു. അതാണ് ഞങ്ങളുടെ വാദം. ഇനി അവിടെ 179 അല്ലെ 1379 ഒരു പ്രത്യേക പദം പറയുന്നുണ്ട്, രോഗികൾക്ക് കുർബാന കൊടുക്കാൻ അതുകൊണ്ടാണ് ഇത് സൂക്ഷിച്ചു വെക്കുന്നതൊക്കെ പറഞ്ഞതിന് ശേഷം ദിവ്യകാരുണ്യ സാദൃശ്യങ്ങളുടെ കീഴിൽ സന്നിഹിതനായിരിക്കുന്ന കർത്താവിനെ നിശബ്ദമായി ആരാധിക്കുന്നതിന്റെ അർത്ഥം സഭയ്ക്ക് ബോധ്യമാക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പൊക്കി കാണിക്കുമ്പോൾ ഇവര് നിശബ്ദമായിട്ട് കൈകൂപ്പി ഇങ്ങനെ അണഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ 1-ാം തീയതിയൊക്കെ ചെല്ലുമ്പോ അതുപോലെ ശബരിമലയൊക്കെ നട തുറക്കുന്ന സമയത്ത് പൂജാരി അതിനകത്ത് കയറിയിട്ട് ശ്രീകോവിലിനുള്ളിൽ കയറി ഇരുന്നിട്ട് ദേവനെ എല്ലാം കുളിപ്പിച്ച് വസ്ത്രമൊക്കെ മാറിച്ച് പൂക്കളൊക്കെ വെച്ച് വിളക്കൊക്കെ കത്തിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ആ ദർശന സമയം കറക്റ്റ് സമയമാകുമ്പോ അകത്തിരുന്ന് അതുവരെ പുറത്തുനിന്ന് മണിയടിച്ചോണ്ടിരിക്കും. അത് കഴിയുമ്പോൾ പൂജാരി 2 മണി 3 മണി അകത്തുനിന്ന് അടിച്ചു കഴിയുമ്പോൾ തുറക്കാൻ സമയമായെന്നറിയും. അപ്പോൾ തന്നെ ഇതങ്ങ് തുറക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ കുറവിട്ട് ഇങ്ങനെ കൈകൂപ്പി പിടിച്ച് തലയ്ക്ക് മുകളിൽ കൈകൂപ്പി പിടിച്ച് എത്തി വലിഞ്ഞൊക്കെ നോക്കുന്ന ഫോട്ടോസ് നിങ്ങൾ മനോരമയിൽ കണ്ടിട്ടില്ലേ വിഷുവിന്റെ ദിവസങ്ങളിലൊക്കെ? എന്താ കാര്യം? അത് സെയിം പരിപാടിയാണ് ഇവിടെ. പൊക്കി കാണിക്കുന്ന സമയത്ത് ഇവര് സൂര്യ നമസ്കാരവും നടത്തും, ബാർലിയപ്പത്തിന്റെ ആക്സിഡൻസിനെ കൂടെ കൂട്ടി അങ്ങ് ആരാധന നടത്തും. അപ്പാരാധന എന്ന് പൂർണ്ണമായിട്ടും പറയല്ലേ, ആക്സിഡൻസിന് അങ്ങനെ പറയാം. നമ്മൾ അവിടെ തിയോളജിക്കൽ ടൈമിൽ തന്നെ പറയണം. ആക്സിഡൻസിന് മാറ്റമില്ലാതെയാണല്ലോ സത്ത മാറുന്നത്. അപ്പൊ ആക്സിഡൻസ് ഈ കൂട്ടത്തിലുണ്ടല്ലോ. അപ്പൊ ആക്സിഡൻസിനാണ് ആരാധന പോകുന്നത് അല്ലെന്ന് ഇവർ പറയട്ടെ. ആക്സിഡൻസിന് ആരാധന പോകുന്നില്ലെന്ന് ഇവർ തെളിയിക്കട്ടെ ഇവരുടെ തിയോളജി വെച്ച്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ റൂമിന് ഹെഡിങ് ഇട്ടത്. എന്ത് ഹെഡിങ് ഇട്ടത്? ദിവ്യകാരുണ്യ ദർശനം എന്ന പേരിൽ നിങ്ങൾ നടത്തുന്ന ഈ പ്രദക്ഷിണവും ഈ ഉയർത്തിക്കാണിക്കലും ഈ മൗനാരാധനയും ഒക്കെ വിഗ്രഹ ആരാധന തന്നെയാണ്. പദാർത്ഥമയമായ ഭൗതിക വസ്തുവിനെ തന്നെയാണ് നിങ്ങൾ കുമ്പിടുന്നത്. വിഗ്രഹാരാധന നിങ്ങൾ നടത്തുന്നില്ല, ഞങ്ങളുടെ ആരാധനയെല്ലാം നേരെ പോകുന്ന വിഗ്രഹത്തിന്റെ കാരണക്കാരനായവരിലേക്ക് ധൂലിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഉടായ്പ നടക്കില്ല. ആ ഉടായ്പ ആർഗ്യുമെന്റ് ഇവിടെ നടക്കില്ല. കാരണം നിങ്ങൾ യേശുക്രിസ്തു ആണെന്നും പറഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നത് പദാർത്ഥമയമായ ഒരു വസ്തുവിനെയാണ്, അപ്പത്തെയാണ്. എന്തപ്പത്തെയാണ്? ബാർലിയോ വാഫറോ. ബാർലി നിന്നാണ് വാഫർ ഉണ്ടാക്കുന്നത്. അപ്പം ബാർലി അപ്പത്തെയാണ്. ഈ ബാർലി അപ്പത്തിലേക്ക് നിങ്ങളുടെ കണ്ണും നട്ട് നിങ്ങളുടെ നോട്ടവും നിങ്ങൾക്ക് തോന്നുന്ന ഭക്തിയും ഒക്കെ വിഗ്രഹാരാധന എന്നായി ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരെണ്ണം കൂടെ വായിച്ചു കേൾപ്പിക്കാം. 1418. ഓക്കെ, 1418 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: കുർബാനയിൽ പങ്കുചേരുന്ന ഓരോ പ്രാവശ്യവും ദിവ്യകാരുണ്യം സ്വീകരിപ്പാൻ സഭ വിശ്വാസികളെ തീഷ്ണതയോടെ ഉപദേശിക്കുന്നു. നല്ല കാര്യം. വർഷത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്യാൻ അവർ കടപ്പെട്ടിരിക്കുന്നു. എന്ത് ചെയ്യാനാണ് കടപ്പെട്ടിരിക്കുന്നത്? സോറി, ഞാൻ 1417 ഞാൻ വായിച്ചു. 1418 വായിക്കേണ്ടത്. അൾത്താരയുടെ കൂദാശയിൽ ക്രിസ്തു തന്നെ സന്നിഹിതനായിരിക്കയാൽ പ്രത്യേക ആരാധനയാൽ അവിടുത്തെ ആദരിക്കേണ്ടതുണ്ട്. ദിവ്യകാരുണ്യത്തെ സന്ദർശിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള കൃതജ്ഞതയുടെ തെളിവും സ്നേഹത്തിന്റെ പ്രകടനവും അർഹമായ ആരാധനയുടെ ധർമ്മവുമാണ്. പോൾ ആറാമൻ പറഞ്ഞതാണിത്. മനസ്സിലായോ? പോൾ ആറാമൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അർഹമായ ആരാധനയുടെ ധർമ്മമാണെന്ന്. എന്താണ് അർഹമായ ആരാധനയുടെ ധർമ്മം? എന്താണ് അർഹമായ ആരാധനയുടെ ധർമ്മം? ഈ ദിവ്യകാരുണ്യത്തെ സന്ദർശിക്കണമെന്ന്. ഇപ്പൊ ഞാൻ ഒരാളെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആ വ്യക്തി അവിടെ ദേഹസഹിതനായി ഉണ്ടെങ്കിൽ
എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സന്ദർശനം. ഇപ്പൊ ദിവ്യകാരുണ്യത്തെ സന്ദർശിക്കണമെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പള്ളിയിൽ ചെല്ലുമ്പോൾ ഈ പള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടുക്കൂടെ ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കുമ്പിട്ടച്ച് പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? യേശു അവിടെ ഇരുന്ന് ഈ സക്രാരിക്ക് അകത്തിരുന്ന് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോ അടച്ചു വെച്ചേക്കുവാണേലും അവിടെ യേശു നേരിട്ട് നിൽക്കുകയല്ലേ, വലിയ ബുദ്ധിമുട്ടാ അവർക്ക്. ആ സന്ദർശനമാണ് ഇവർ ഈ പറയുന്നത്. കോമഡി എന്ന് പറയട്ടെ, ഇവർ ഇത്രയും വലിയ തിയോളജിയും പറഞ്ഞ് ഇത്രയും വലിയ ഭക്തിസാന്ദ്രമാണെന്നും പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ ആൾക്കാരെയും അവിടുത്തെ യാഗവീടും ഒക്കെയാണ് കഴിഞ്ഞയിടെ നമ്മൾ ന്യൂസിൽ കണ്ടത്. എടുത്തിട്ടിക്കുന്നു, മറിച്ചടിക്കുന്നു, വട്ടം കറക്കുന്നു. ഇത് കൂടാണ്ട് അതിന് ചുറ്റും നിന്ന് അലമുറ ഇടുന്നു, ബഹളം ഉണ്ടാക്കുന്നു, തെറി വിളിക്കുന്നു, പെടലിക്ക് പിടിച്ച് അടിച്ചു വീഴിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞപ്പോ ഒരാൾ വന്നിട്ട് ഈ സാധനം ഇതിനകത്ത് ഇരിക്കുകയല്ലേ, ഒരു അച്ചക്കുപ്പായ ആള് തന്നെ വരും. കൂടിനകത്താക്കല്ലേ, ഒരു കൂടിന് അത് പ്ലാസ്റ്റിക് പൂത്ത് കൂടിനകത്താക്കിയിട്ട് കാരണം ഒരു മാസത്തിൽ കൂടുതലായിട്ട് അവിടെ ഇരുന്നിക്കുമ്പോ അത് ഷിബു പറഞ്ഞ പോലെ പൂത്തു പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് പുള്ളി അത് പൂത്തു പോകണ്ട, യേശുവിന്റെ ശരീരമല്ലേ എന്നോർത്തായിരിക്കും അത് എടുത്തുകൊണ്ട് പോയി. അത് എങ്ങനെ എടുത്തോണ്ട് പോയി? 1 രൂപയ്ക്ക് കിട്ടുന്ന ചുവന്ന പ്ലാസ്റ്റിക് കൂടിനകത്തേക്ക് കുടഞ്ഞിട്ടേച്ച് അങ്ങ് എടുത്തോണ്ട് പോയി. ആ യേശുവിന്റെ ഒരു ഗതികേട് ഓർക്കണം, ആ യേശുവിന്റെ ഒരു അവസ്ഥ ഓർക്കണം. ഹോ, എങ്ങനെ സഹിക്കും കുഞ്ഞാടുകളെ, നിങ്ങൾ എങ്ങനെ സഹിക്കും? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, അത് വാസ്തവമായി യേശു ആയിരുന്നുവെങ്കിൽ അവൻ അതിൽ കൈവച്ച നിമിഷം അവനോട് മരിച്ചു വീണാനെ. പ്ലാസ്റ്റിക് കൂടിലേക്ക് ഇടാൻ അവന് അവസരം കിട്ടുകയില്ലായിരുന്നു. മനസ്സിലായോ? നിങ്ങൾ പറയുന്നത് പോലെ ദൈവത്തിന്റെ സമ്പൂർണമായ സത്തയോടും മനുഷ്യപുത്രന്റെ എല്ലാ സാരാംശത്തോടും ദൈവത്തിന്റെ എല്ലാ മഹത്വത്തോടും ആക്ഷരികവും യാഥാർത്ഥ്യവും സത്യവുമായ നിലയിൽ ആ സക്രാരിക്കുള്ളിൽ യേശു തന്നെയായിരുന്നു അതിനകത്ത് കുത്തിയിരുന്നതെങ്കിൽ ഗതികേടാണ്, ഓർക്കണം. അടച്ചു വെച്ചിട്ട് ഒരടി സ്ക്വയറുള്ള ഒരു വൃത്തത്തിനുള്ളിലോ ചതുരപ്പെട്ടിക്കുള്ളിലോ അടച്ചു വെച്ചിട്ട് പോകുമ്പോഴുള്ള ശ്വാസം മുട്ടല് സർവശക്തനായ ദൈവമായതുകൊണ്ട് ഇല്ലായിരിക്കാം, അതിനകത്ത് ഇരിക്കുകയാണ്. പക്ഷെ അവൻ സർവശക്തനാണ്, മഹാപ്രതാപിയായ ദൈവമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ആ ദൈവത്തെ ചുമ്മാ പ്ലാസ്റ്റിക് കൂടിലേക്ക് കുടഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയവൻ ഒരു ചുക്കും സംഭവിച്ചില്ല. അവൻ കൊണ്ട് തോട്ടിൽ എറിഞ്ഞു കാണും. നിങ്ങളുടെ തിയോളജി നിങ്ങൾക്ക് തന്നെ പാരയാകുന്നതിന്റെ ദൃശ്യമായ ആവിഷ്കാരമാണ്. ഇതിലും വലുതായിട്ട് എനിക്ക് കിട്ടാനില്ല ലോകത്തിൽ ആ വീഡിയോ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, എന്റെ പൊന്ന് ഷെല്ലി സഹോദര, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ പറയുന്ന തിയോളജി ഉണ്ടല്ലോ, ഞാൻ 3 റൂംസ് ആണ് നടത്തിയത്. ഒന്നാമത്തേതിൽ നിങ്ങൾ പറയുന്നിടത്ത് യാഗം പൂർണ്ണമായും സംഭവിക്കുന്നില്ല നിങ്ങളുടെ തിയോളജി പ്രകാരം. 2, നിങ്ങളുടെ തിയോളജിയിലെ ഫിലോസഫി പ്രകാരം വസ്തുവിന്റെ ആക്സിഡൻസ് മാറാതെ സത്ത മാത്രം മാറുമെന്നുള്ള പോസിബിലിറ്റി നിങ്ങൾക്ക് തിയോളജിക്കലിയോ ഫിലോസഫിക്കലിയോ തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഇന്നത്തെ റൂമിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ആക്സിഡൻസ് നിങ്ങളുടെ ആരാധന പോകുന്ന നിങ്ങളുടെ തിയോളജി അനുസരിച്ച് പദാർത്ഥമയമായൊരു ഭൗതിക വസ്തുവിലേക്ക് കൂടെയാണ്. ഒരു ഭൗതിക വസ്തുവിനെ ആരാധിക്കാൻ ബൈബിൾ അനുവദിക്കുന്നില്ല, ദൈവത്തെ അല്ലാതെ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് വിഗ്രഹ ആരാധന തന്നെയാണ്, ഒരു സംശയവും ഇതിനകത്തില്ല. ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി വരാം, നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ദൈവം എല്ലാവരും സഹായിക്കട്ടെ.